അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ രണ്ട് സംഭവങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ വ്യത്യസ്തത എന്താണ് എന്നുള്ളത് നമുക്ക് വായിക്കാം. അപ്പോൾ തന്നെ നമുക്ക് നമ്മളിലുള്ള അഭിഷേകം ഏത് രീതിയിലുള്ളതാണെന്നും നമുക്കതിലൂടെ തിരിച്ചറിയാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ചില വചനവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു, യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ നിന്നും സ്നാനമേറ്റു. ആ സമയം പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിൻ്റെ മേലിറങ്ങി. പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചതായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ ശുശ്രൂഷക്കായിട്ട് നയിച്ചത്. പരിശുദ്ധാത്മാവിലാണ് യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾ മുഴുവനും ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ തന്നെ ആ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. മേൽ. അപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പുറത്തെ മനുഷ്യനെയും കൂടി പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുന്നതെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരും അവരുടെ ശുശ്രൂഷ തുടങ്ങിയത് ഇതേ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതിന് ശേഷമാണ്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങിയതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്കത് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ 2 സംഭവങ്ങൾ നമുക്ക് തിരുവചനങ്ങളിലൂടെ വായിക്കാൻ കഴിയും. ആ 2 സംഭവങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ വ്യത്യസ്തത എന്താണ് എന്നുള്ളത് നമുക്ക് വായിക്കാം. അപ്പോൾ തന്നെ നമുക്ക് നമ്മളിലുള്ള അഭിഷേകം ഏത് രീതിയിലുള്ളതാണെന്നും നമുക്കതിലൂടെ തിരിച്ചറിയാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ചില വചനവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മളതിനായിട്ട് വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം മുതലാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 20:19 മുതൽ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ശിഷ്യന്മാർ ഒരു മുറിക്കകത്ത് പേടിച്ച്, യഹൂദന്മാരെ പേടിച്ചാണ് അവർ വാതിലടച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. യേശു അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് പ്രത്യക്ഷനായിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ഒരു വചനവാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ യേശു പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞ ഈ സമാധാനം എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. യേശു പറഞ്ഞ ഈ സമാധാനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് താഴത്തേക്ക് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഈ വചനവാക്യം വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്ന്, നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു അവരോട് പറഞ്ഞു. എന്നിട്ട് യേശു പറയും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ എടുക്കുന്ന ഒരു മേഖല ഇതാണ്. യേശു അവരുടെ മേൽ ഊതി എന്നിട്ട് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്നിട്ട് കൊടുക്കുന്ന ചില അധികാരങ്ങളുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങളെ നിർത്തുന്നുവോ അത് നിർത്തപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങളെ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെടും എന്നുള്ള. അപ്പം യഥാർത്ഥത്തിൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഉള്ളൊരു അധികാരമാണ് മറ്റുള്ളവരുടെ പാപം മോചിക്കുവാനും മറ്റുള്ളവരുടെ പാപത്തെ നിർത്തുവാനുമുള്ള ഒരു അധികാരം യേശു ക്രിസ്തു അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ശുശ്രൂഷകനാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ യേശു കർത്താവ് അവരുടെ മേൽ ഊതി എന്നിട്ട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ. ഞാൻ ചോദിക്കട്ടെ, യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞെങ്കിൽ ആ സമയം അവർ രക്ഷിക്കപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഇവിടെ യേശു അതിനു മുമ്പ് ആദ്യമേ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സമാധാനത്തിനായുള്ള ഈ സമാധാനം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൽ നിന്ന് എന്താണ് നമുക്ക് ആത്മീയ വെളിപ്പാട്, ദൈവത്തോട് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? ഇതിന് നമ്മൾ യെശയ്യാവ് 53 പോകണം. അവിടെ യെശയ്യാവ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, നിങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് വെച്ചെന്നാൽ പാപമുഖാന്തരം ദൈവത്തോട് വേർപെട്ടു പോയ, അകന്നുപോയ, ദൈവത്തോട് അസമാധാനത്തിലേക്ക് വന്ന മനുഷ്യന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തു. അതാണ് ആ വചനവാക്യത്തിന്റെ യഥാർത്ഥ വെളിപ്പാട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ യേശു ഇവരോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞെന്നാൽ ഇനി നിങ്ങൾക്ക് പിതാവുമായിട്ട് ഇനി അകൽച്ചയില്ല, അസമാധാനം മാറി, നിങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഇവിടെ യേശു പറഞ്ഞ ഈ സമാധാനത്തിന്റെ യഥാർത്ഥ ദൈവരാജ്യ വെളിപ്പാട്. അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാണ്ട് വേറെ ഒരു സമാധാനത്തെക്കുറിച്ച് ലോകപരമായി നമുക്ക് ലോകത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾക്ക് സമാധാനം കിട്ടുമെന്നോ ഒന്നുമല്ല അവിടെ യേശു പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ദൈവരാജ്യ വെളിപ്പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വചനവാക്യങ്ങളെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ യേശു പറഞ്ഞ ഈ സമാധാനം പാപമുഖാന്തരം മനുഷ്യരാശി ദൈവത്തോട് ഉണ്ടായിരുന്ന അകൽച്ച, ആ അസമാധാനം മാറി, നിങ്ങൾക്കിതായി ഇനി സമാധാനം എന്നാണ് യേശു പറഞ്ഞത്. അതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം യേശു ചെയ്തത് എന്തെന്ന്? പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ഈ പരിശുദ്ധാത്മാവ്, ഈ ദൈവാത്മാവിന്റെ സാന്നിധ്യം എവിടെ നഷ്ടപ്പെട്ടത്? പാപം മുഖാന്തരം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതാണ്. നമുക്കറിയാം, നിങ്ങൾ ഈ കനി തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിരുന്നു. അവർ ആ കനി തിന്ന അന്ന് അവർ മരിച്ചു. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ, ദൈവാത്മാവുമായിട്ടുള്ള ബന്ധം അന്നവിടെ മനുഷ്യന് നഷ്ടപ്പെട്ടതാണ്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യരൂപം മെനഞ്ഞിട്ട് ദൈവം അതിലേക്ക് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടവർ രക്ഷിക്കപ്പെട്ടു. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഈ ശിഷ്യന്മാർ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞത് എപ്പോഴാണെന്നുള്ളതാണ്. ഇവിടെ യേശു അവരുടെ മേൽ ഊതിയപ്പോൾ ഇവർ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അല്ലേ? പക്ഷെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാരെ നമ്മൾ വീണ്ടും കാണുന്നത് എവിടെയാ? അവർ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. നമുക്കവിടെ യോഹന്നാന്റെ സുവിശേഷം 21:3 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആവുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം
ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഈ വചനവാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അതായത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് യേശു അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു. എന്ന് വെച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പത്രോസ് മറ്റുള്ളവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർ മീൻ പിടിക്കാൻ പോകുന്നതാ. ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടവരാ മീൻ പിടിക്കാൻ പോവുക. അവിടെ താഴത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യേശു കർത്താവ് കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് അവരെ കാത്തിരിക്കുന്നത്. അവരുടെ കാലിയായ അവർക്ക് മീനൊന്നും ലഭിച്ചില്ല, പക്ഷേ വലിയ മീനുകളെ നൽകി യേശു അവരുടെ പടകിന് നിറയ്ക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ വചനവാക്യത്തിൽ കാണാൻ കഴിയും. ഇതെല്ലാത്തിനു ശേഷം നമ്മൾ അതിൻ്റെ 21-15 വരുമ്പോൾ നമ്മൾ വായിക്കുകയാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എന്ന് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എന്ന് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവരോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. അവിടെ യേശു പത്രോസിനോട് പറയുന്നു, എൻ്റെ ആടുകളെ മേയ്ക്ക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? യേശു തൻ്റെ ശിഷ്യന്മാരിലാണ് പ്രതീക്ഷ വെച്ചിരുന്നത്. അതായത് താൻ പിതാവ് തന്നെ ഏൽപ്പിച്ച ആ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തന്നെ യാഗമായി, ക്രൂശി യാഗമായി അർപ്പിച്ചു. മനുഷ്യരാശിയെ വീണ്ടെടുത്തതിന് ശേഷം ഈ വീണ്ടെടുക്കപ്പെടുന്ന ഈ ജനത്തെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ തത്വത്തിനൊത്തവണ്ണം, ക്രിസ്തു പറഞ്ഞ അതേ ഉപദേശത്തിനൊത്തവണ്ണം ഈ ഭൂമിയെ നയിക്കുവാൻ താൻ പ്രതീക്ഷ വെച്ചത്, താൻ തിരഞ്ഞെടുത്തതാണ് ഈ ശിഷ്യന്മാരെ. ആ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരാണ് ഇപ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ കണ്ട് അവർ മീൻ പിടിക്കാൻ പോയിരിക്കുക, പഴയ തൊഴിലിലേക്ക് പോയിരിക്കുക. ആ തൊഴിലിലേക്ക് പോയ അവരുടെ അടുക്കൽ യേശു കർത്താവ് വന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നത്. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്നാൽ ഇവർ രക്ഷിക്കപ്പെട്ടതുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഇവര് അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് പോയതായിട്ട് നമുക്ക് ഈ വചനവാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നത് എങ്ങനെ? യേശുവിന് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണ്? ഇവർ ശുശ്രൂഷകരായി മാറുന്നത് എങ്ങനെയാണ്? അത് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതുവരെ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും കേട്ട വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.